ടേസ്റ്റി കേരളയുടെ മറ്റൊരു കിടിലൻ റെസിപ്പി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബെവ്ക്യൂ ആപ്പൊക്കെ പ്ലേ സ്റ്റോറിലെത്തി ടോക്കണൈസ് ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് നമ്മൾ മലയാളീസിന് ഇനി വേണ്ടത് നല്ല ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഇത് തേടി എങ്ങോട്ടും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. നല്ല നാടൻ പോത്തിറച്ചി വലിയ പീസായിട്ട് ഉപ്പും മഞ്ഞളും പുരട്ടി ഒരു 70% വേവിച്ചെടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ഒരു മുട്ടയുടെ വെള്ള, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങാനീര്, വറ്റൽമുളക് ക്രഷ് ചെയ്ത്, പെരുജീരം പൊടിച്ചത്, വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ ചേർത്ത് കട്ട് ചെയ്ത് വെച്ച് ഇറക്കി മാരിനേറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കിടിലൻ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കണ്ടാലോ. എൻ്റെ ഡാഡിയുടെ റെസിപ്പിയാണ്, ഒന്ന് കണ്ടു നോക്കും. അതിന് മുൻപ് ടേസ്റ്റി കേരള സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളിന്ന് ബാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനിവിടെ ഇന്ന് എടുത്തിരിക്കുന്ന ബീഫിൻ്റെ 250 ഗ്രാം ഇറച്ചി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മഞ്ഞൾ, ഉപ്പും മാത്രം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. പകുതി വേവ് ചെയ്തിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് നല്ലത്. അതുകൊണ്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഇത് 250 ഗ്രാം മാത്രമാണ്. അതിൻ്റെ തൂക്കം വളരെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മളിത് ഒറ്റ പീസായിട്ടാണ്, നുറുക്കിയിട്ടൊന്നുമില്ല. ഇത് പീസാക്കിയിട്ടില്ല. ഡ്രൈ ഫ്രൈക്ക് നമ്മൾ വേവിച്ചിട്ട് മാത്രമാണ് പീസാക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അതിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കും. ഒരു 2 വിസിൽ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ ഒരു 3 വിസിൽ അടിച്ചാലും കുഴപ്പമില്ല. ബീഫിൻ്റെ വേവ് അനുസരിച്ച് ആയിരിക്കും അത്. ഈ ഡ്രൈ ഫ്രൈ സാധാരണഗതിയിൽ കിട്ടുന്നത് ബാറിലാണ് നല്ല ടേസ്റ്റോടെ കിട്ടുക. മുന്തിയ വലിയ തിരക്കുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്യണമെന്ന് കാണാം. ഞാനിന്നത് ഒന്ന് ജസ്റ്റ് വേവിക്കാൻ പോവാണ്. ഇതിനകത്തൊരു ലേശം വെള്ളം മാത്രം ചേർത്താൽ മതി. നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. ഇത് വിസിലടിക്കാനുള്ള കുറച്ച് വെള്ളം. ഇനി അത് അടച്ച് നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ ബീഫ് പകുതിയല്ല 70% വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ വെള്ളമൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇതിന് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് വേണം ഇനി അതിൻ്റെ മിക്സ് എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ബീഫ് കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ചെറിയ മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ പാകത്തിന് കുറച്ചധികം സാധനങ്ങൾ, മുളക്, മഞ്ഞൾ, ഇത് കൂടാതെ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, എന്നാലും ഒരു ലേശം മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, then കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ നേരത്തെ കുരുമുളക് ചേർത്തിട്ടില്ല. നേരത്തെ വേവിക്കാൻ വയ്ക്കുമ്പോഴും വേണമെങ്കിൽ കുരുമുളക് ചേർക്കാമായിരുന്നു. ഇപ്പോൾ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളിത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കൂടാതെ ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയുടെ വെള്ളയാണിത്. ഒരു മുട്ടയുടെ വെള്ള ഞാൻ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്താൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ക്രിസ്പി എഫക്റ്റ് കിട്ടും. ഇത് കൂടാതെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. ഇത്രയും സാധനങ്ങൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. മുളക്, നമ്മൾ ചതച്ച മുളക്, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ പെരുംജീരകം പൊടിച്ചതുകൊണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നു ഈ മിക്സിലോട്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്, പക്ഷേ എന്നാലും ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാനിപ്പോൾ ചേർത്തു. നമ്മൾ ബീഫിൻ്റെ കഷ്ണം ഇതിനകത്ത് ചേർത്ത് പുരട്ടി വെക്കാൻ പോവാണ്. ഇതിനകത്ത് ശരിക്കും അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തേച്ച് വെക്കുകയാണ്. ഇതിൽ നിന്ന് എടുത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് ചേർത്ത് ഞങ്ങളൊരു 15 മിനിറ്റെങ്കിലും വെക്കണം.
നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ വേവിച്ച സമയത്ത് ചേർത്തേ ഉള്ളായിരുന്നു. കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് മതി. ഓക്കെ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതിനകത്തിപ്പം മുളക് പൊടിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മുളക് ചാച്ചത്, അതിനകത്ത് മുളകിൻ്റെ അരിയൊക്കെ കാണാം. അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴും അതുപോലെ കാണാൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തു വെക്കുമ്പോൾ ചുമ്മാ മുകളിൽ ലേശം കുടഞ്ഞിട്ടാലും മതി. അതുപോലെ പെരിഞ്ചീരകവും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് കുടഞ്ഞിട്ടാലും മതി. ഇപ്പോൾ നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ രുചിക്കൂട്ടായിരിക്കും ഇത്. നമ്മൾ പീസ് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ അരപ്പൊക്കെ തേച്ച് വെച്ചിട്ട് 10-15-20 മിനിറ്റായി. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാലും മതി. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന് പൊരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഓരോ പീസും നമ്മൾ ദൂരെ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ജോയിൻ്റായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അപ്പം മറു സൈഡിലോട്ട് തിരിച്ചിടുകയാണ്. നമ്മളിത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമ്മളതിനകത്ത് ലേശം കറിവേപ്പില ഇട്ടിട്ട് അതിങ്ങോട്ട് എടുക്കാൻ പോവാണ്. കറിവേപ്പില കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ അനക്കുമ്പം ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, പൊടിച്ചിലൊന്നും വരുന്നില്ല. കളറൊക്കെ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം. ഇനി കിടന്നു കഴിഞ്ഞാൽ ഇത് ചുമന്ന് പോയി കഴിഞ്ഞാൽ കരിയും പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൈ റെഡിയായി. നിങ്ങൾ പാചകം കണ്ടുവല്ലോ. ഇത് പെരുമ്പാവൂർ പിക്നിക് ബാറിൽ ഇതുപോലെ അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ബാറിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഭവങ്ങളിലൊന്നാണ് ഇടിയിറച്ചി ഡ്രൈ ഫ്രൈ, ബീഫ് ഡ്രൈ ഫ്രൈ. അവരുടെ ഡ്രൈ ഫ്രൈ ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രുചിയായിട്ടുണ്ട്. നിങ്ങളിത് പാചകം കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പം പാചകം ചെയ്യാം. നിങ്ങൾക്ക് പാചകം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേസ്റ്റി കേരള. താങ്ക് യു.